നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പെൺകുട്ടികള് പുര നിറഞ്ഞു നിൽക്കുമ്പോ അമ്മമാരുടെ നെഞ്ചിലൊരു ഭാരവാ. അതെന്താ ചന്ദ്രു അങ്ങനെ? അച്ഛന്മാർക്ക് അതിനെക്കുറിച്ച് ആദ്യം ഇല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല മാധവേട്ട. മൂത്ത മോള് ജാതകദോഷം കാരണം താലിഭാഗ്യം ഇല്ലാതെ മുന്നിൽ നിൽക്കുന്നു. അതിനിടയില ഇളയവളുടെ കല്യാണം ഉറയ്ക്കുന്നത്. ഒരമ്മയുടെ ഉറക്കം കെടാൻ ഇതിൽ പരം ഒന്നും വേണ്ട. ചന്ദ്രു, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മാധവേട്ട, പെണ്ണിന്റെ മനസ്സാണ്, അതെങ്ങനെയും ചിന്തിക്കും. നീ പറഞ്ഞു വരുന്നത് വന്ദനമോള് വർഷയുടെ കല്യാണം നടക്കാതിരിക്കാൻ ആഗ്രഹിച്ചു എന്നാണോ? ചന്ദ്രു, അവള് നീ ഉദ്ദേശിക്കുന്ന പോലൊരു പെണ്ണല്ല. തങ്കം കൊണ്ട് തീർത്ത മനസ്സാ അച്ഛന്റെ പെണ്ണുമോള്. നീ എന്താ ചന്ദ്രു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അത് വിക്രം വർഷയുടെ കഴുത്തിൽ താലി കെട്ടുന്ന സമയം ഞാൻ വന്ദനയൊന്ന് നോക്കി. അവളുടെ മുഖത്തൊരുതരം വെറുപ്പായിരുന്നു. ചിലപ്പോ മാധവേട്ടൻ പറയുന്നത് പോലെ എനിക്ക് തോന്നിയതാവാം. അതെ, അത് തന്നെയാ ശരി. വെറും തോന്നല് മാത്രമാ. വന്ദനയ്ക്ക് വർഷ മോളെ പോലെയാ. അവളുടെ കഴുത്തില് താലി കയറുന്നത് വന്ദനയ്ക്ക് സന്തോഷേ കൊടുക്കൂ. താലൊരു ഉത്തരവാദിത്വം ഒഴിപ്പിക്കലല്ലമ്മേ. അത് കിട്ടിയവനും അതിനോട് നീതി പുലർത്തിയെങ്കിൽ മാത്രമേ അത് പവിത്രമാവൂ. എന്റെ വർഷമോളുടെ കഴുത്തിൽ വീണത് താലിച്ചരടാണോ താലിക്കുരുക്കാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വർഷയുടെ കാര്യത്തിലുള്ള ടെൻഷൻ തീർന്നു. വിക്രം അവളെ രാജകുമാരിയെ പോലും നോക്കും. ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു ചെറുപ്പക്കാരന് കിട്ടാൻ ഈ കാലത്ത് വലിയ ബുദ്ധിമുട്ടാ. വർഷയുടെ ജീവിതം രക്ഷപ്പെട്ടു. ഇനി വന്ദനയ്ക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് വേണം മാധവൻ നായർക്ക് ഭാര്യ ചന്ദ്രികയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ. മറ്റൊന്നുമല്ല, നമ്മുടെ സ്വപ്ന കൊട്ടാരം തന്നെ. അന്ന് വന്ദനയുടെ കല്യാണം മണ്ഡപത്തിൽ വെച്ച് മുടങ്ങിയില്ലേ? അന്ന് ഈ മാധവൻ നായരുടെ നെഞ്ചിന്റെ ഒരു ഭാഗത്ത് കൂടിയ ഭാരം ഇപ്പൊ ഒന്ന് മാറിയതേ ഉള്ളൂ. ഈ സമയത്ത് അച്ഛനോടും അമ്മയോടും വിക്രം കൊള്ളാത്തവനാണെന്ന് ഞാൻ എങ്ങനെ പറയും? ഇന്ന് തന്നെ ഈ കല്യാണം കൂടി മുടങ്ങിപ്പോയാ അതവരെങ്ങനെ സഹിക്കും? തൽക്കാലം ഇപ്പൊ പറയാതിരിക്കുന്നതാ നല്ലത്. ചേച്ചി, ആ വർഷേ, എനിക്ക് പോവാൻ സമയാവുന്നു. പോയിട്ട് വരട്ടെ എന്ന് പറമോളെ. പോയിട്ട് വരാൻ സമയാവുന്നു. എന്റെ മോൾക്ക് സർവേശ്വരൻ എല്ലാ ഐശ്വര്യങ്ങളും തരട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.